ഈ ചോദ്യം വരുന്ന അവസരത്തിൽ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികളെ തരം താഴ്ത്തിക്കൊണ്ട് മറ്റു പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കളായ ആൾക്കാർ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അവർ ചിന്തിക്കും നമ്മുടെ മതം എത്ര മോശമായിട്ടുള്ളതാണ്, നമ്മുടെ മതത്തിലാണല്ലോ ഇത്രയും വൃത്തികേടുകളുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മുടെ മതത്തോടുള്ള കൂറ് കുറഞ്ഞു പോകും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വിമർശനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. ഈ മോള് തൻ്റെ ഇടത്തിലൂടെ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും. അവരുടെ സംശയങ്ങളും തീരാൻ ഇത് ഉപകരിക്കും. ഏതായാലും ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ആ മോള് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം കേൾക്കുക. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ ആധ്യാത്മികം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന നിരവധി ആൾക്കാർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകാം. ഇത് കേൾക്കുന്ന ആൾക്കാർ മാത്രമല്ല, സമൂഹത്തിലുള്ള നിരവധി ഹിന്ദുക്കളായ ആൾക്കാർക്ക് ഉണ്ടാകുന്ന നിരവധി ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സ്വാഭാവികമായിട്ടും മറ്റു പലരോടും ചോദിക്കുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ അഡ്മിൻ ആയിക്കൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉള്ള ആൾക്കാർക്ക് ഏത് ചോദ്യവും ചോദിക്കാം. സംശയം ഉള്ള എല്ലാ സംശയങ്ങൾക്കും അവിടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല നിരവധി ആചാര്യന്മാരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ പ്രസക്തമായവ ഞങ്ങൾ എന്ത് ചെയ്യും? വീഡിയോ രൂപത്തിൽ സജ്ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. എന്നാൽ ഈ ചാനലിലുള്ള പ്രഭാഷണം കേട്ടിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു സംശയം വന്നു. സംശയം എന്ന് പറഞ്ഞാൽ ചെറിയ സംശയമൊന്നുമല്ല, ഒരു 1.5 സംശയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിക്കുണ്ടായ ഈ ഒരു സംശയം ഉണ്ടല്ലോ, നമ്മുടെ പലരും മനസ്സിലാക്കേണ്ട ഒരു സംശയമാണ്. കാരണം അത്ര പ്രധാനമായിട്ടൊരു സംശയം. ആ പെൺകുട്ടി വളരെ പേടിച്ചും മടിച്ചും കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഗൗരി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ ഒരു ചോദ്യം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ചോദ്യം ആ മോള് ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ യാതൊരു മടിയും വേണ്ട, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ എഴുതിയിടുന്ന നമ്പർ എന്ന് പറയാൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ട് ചോദിക്കാം. കൃത്യമായ മറുപടി അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരും. ഈ ചോദ്യം വരുന്ന അവസരത്തിൽ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികളെ തരം താഴ്ത്തിക്കൊണ്ട് മറ്റു പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കളായ ആൾക്കാർ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അവർ ചിന്തിക്കും നമ്മുടെ മതം എത്ര മോശമായിട്ടുള്ളതാണ്, നമ്മുടെ മതത്തിലാണല്ലോ ഇത്രയും വൃത്തികേടുകളുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മുടെ മതത്തോടുള്ള കൂറ് കുറഞ്ഞു പോകും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വിമർശനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. ഈ മോള് തൻ്റെ ഇടത്തിലൂടെ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും. അവരുടെ സംശയങ്ങളും തീരാൻ ഇത് ഉപകരിക്കും. ഏതായാലും ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ആ മോള് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം കേൾക്കുക. നമസ്കാരം തിരുമേനി. ഇതൊരു എൻ്റേതായ ഒരു സംശയമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധിമുട്ട്, എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതാണ്, ഇപ്പം നമുക്ക് കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ സമയം ചെന്ന് നോക്കുമല്ലോ. നോക്കിക്കഴിയുമ്പോൾ ഇന്നടത്ത് ഇന്ന വഴിപാട് കഴിക്കണം, ഇന്ന അമ്പലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യന്മാർ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് തരുമല്ലോ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കഷ്ടകാലമാണെന്ന് ഓർത്തോണം, പൈസയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴായിരിക്കും നമ്മൾ ചെന്നിട്ട് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ഈ നോക്കുന്ന ജ്യോത്സ്യനൊരു വീതം കൊടുക്കണം. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഇത് വഴിപാട് പറയുന്ന അമ്പലങ്ങളിൽ ചെന്നിട്ട് അവിടെ ഈ പറയുന്ന വഴിപാട് കഴിക്കാൻ നേരം അവിടെ കഴിപ്പിക്കുന്ന ആക്ക് കൊടുക്കണം. പിന്നെ അതിനൊരു വഴിപാടിനൊരു നിശ്ചിത റേറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഇതും കൊടുക്കണം. അതേസമയം ഒരു ഹിന്ദു അല്ല ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ പള്ളിയിൽ ചെന്നിട്ട് നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ കൂടിയാണ് അവരവരുടെ കാര്യങ്ങൾ നേടുന്നത്, അല്ലാതെ അവിടെ ഒരു വഴിപാടില്ല.
അല്ലെങ്കിൽ ഇന്ന എത്ര രൂപ മുടക്കി നീ ഇന്ന പള്ളിയിൽ ഒരു വഴിപാട് ചെയ്താൽ അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും അവർ പ്രാർത്ഥിച്ചാണ് കാര്യങ്ങൾ നേടുന്നത്. ഈ ഒരു വ്യത്യാസം, അതായത് ഒരു ഹിന്ദുവിന് ഒരു ഈ വരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പൈസ ഒന്നാമത് നമുക്ക് ഇല്ലാത്ത അവസരങ്ങളിൽ ഈ വഴിപാടെല്ലാം കൂടെ കഴിക്കാനും ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാനായിട്ടും നമ്മളെ കൊണ്ട് മുടങ്ങാതെ ഒന്നും നടത്തിച്ച് നിവൃത്തി ഉണ്ടാകത്തില്ല. എല്ലാവർക്കും എല്ലാം ഉള്ളവർ കാണും, ഇല്ലാത്തവരും. അപ്പം ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഷ്ടകാലമാണെന്നും അറിഞ്ഞു പോയി നോക്കിയപ്പം പിന്നെ ഈ വഴിപാട് നടത്താൻ പറ്റാത്തതിലുള്ളൊരു ടെൻഷനും കാണും. ദൈവം ഇത് നടത്തിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. ഒന്നാമത് കഷ്ടകാലമാണല്ലോ, അപ്പം അങ്ങനത്തെ ഒരു സംശയം. രണ്ടാമത് ഈ ഹിന്ദു പെൺകുട്ടിക്ക് ഇങ്ങനെ ആർത്തവം വരുന്ന സമയത്ത് ദൈവത്തെ വിളിക്കാൻ പോലും പേടിയാണ്. ഇന്ന് ദോഷമാണോ, എൻ്റെ ദൈവമേ അങ്ങനെ വിളിച്ചാൽ ഭഗവാൻ കോപിക്കുമോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ഭയമാണ് ആ ഒരു ടൈമിൽ. അതേസമയം ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കുഴപ്പമില്ല, അവർക്ക് ഏത് സമയത്ത് ഏത് അവസ്ഥയിലും വിളിക്കാം. അവരുടെ ദൈവത്തെ എപ്പം വേണേലും ഏത് പാതിരാത്രിക്ക് ഏത് രൂപത്തിൽ വേണേലും അവർക്ക് നിന്ന് വിളിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് മേലരികയായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്നവർക്ക് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവത്തെ വിളിക്കാം. നമ്മൾ നല്ല കുളിച്ച് നീറ്റായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആർത്തവമുള്ള ടൈമിൽ മാത്രമല്ലല്ലോ കഷ്ടകാലവും ദുരിതങ്ങളും. ആർത്തവമുള്ള സമയത്ത് ആണോ നോക്കിയിട്ടല്ലല്ലോ കഷ്ടകാലമൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിളിക്കാവോ, എൻ്റെ ദൈവമേ ഒന്ന് വിളിക്കാവോ എന്ന് പോലും പേടിയാണ്. വീട്ടിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ സമയം ദൈവത്തെ വിളിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നത്. അപ്പോൾ ഈ കന്യാകോണിലായിട്ട് റൂമുണ്ട്. അപ്പോൾ ആ എൻ്റെ വീടിൻ്റെ അപ്പോൾ അവിടെ ഇങ്ങനെ ആർത്തവമായിരിക്കുന്ന ടൈമിൽ കിടക്കാൻ പറ്റുമോ എന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത്രയേ ഉള്ളൂ. ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പെൺകുട്ടികളോട് പലരും ചോദിച്ചു നിന്നിരിക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ മതത്തിനെ തരം താഴ്ത്താൻ വേണ്ടി പലരും ചോദിച്ചു നിന്നിരിക്കട്ടെ. കുട്ടികൾക്ക് ഉത്തരവുണ്ടാവുമോ? എത്ര മോശം മതാണെന്ന് പറയില്ലേ? നമ്മുടെ സനാതന ധർമ്മം ഇത്രയും വൃത്തികെട്ടതാണെന്ന് ചിന്തിക്കില്ലേ? നോക്കൂ, ദുരിതം വരുമ്പോൾ ജ്യോത്സ്യരുടെ അടുത്തേക്കാണ് നമ്മളെല്ലാവരും പോവുക. സാധാരണക്കാരെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മൾ ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. സാമ്പത്തികമായിരിക്കണം എന്ന് മാത്രമല്ല, മറ്റ് പലതരത്തിൽ ചിലപ്പോൾ ഒരാൾ ജപ്തിയോടടുത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും അവർ മാനസികമായ പ്രയാസം കൊണ്ട് അവർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും അറിയുമോ? ആശ്വാസമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന പൂജ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന വഴിപാട് ചെയ്യണം, വീട്ടിൽ ഇന്ന പൂജ ചെയ്യണം, അവിടെ ഇന്ന വഴിപാട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് ഭീമമായ പണച്ചെലവുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ആളുടെ അരികിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം, അവർ ചെയ്യുമ്പോൾ കുറേ കൂടി നന്നായിരിക്കും, മറ്റാരെങ്കിലും ചെയ്താൽ അത്ര ക്ലിയർ ആവില്ല എന്ന വിധത്തിലും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒന്നാമത് മുക്കോളം കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് സാമ്പത്തികമായ പ്രയാസത്തിൽ. അപ്പോൾ ഇവർ വിചാരിക്കും അതിനകത്ത് പൈസ ഇല്ലല്ലോ, അപ്പോൾ പൈസ ഇല്ലാതെ ഞാനെങ്ങനെ ഇത് ചെയ്യും? അവർ പറഞ്ഞാൽ നിങ്ങളിത് ഇന്ന ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ ആ ദോഷം തീർത്താലേ ഇത് പരിഹാരമാവുള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിലെന്താ, ഭഗവാനെ എനിക്ക് ഇത്രയേറെ ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷം പരിഹരിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം ഒന്ന്. പിന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണം, ആ പൈസ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ വേണമെങ്കിലും അടക്കാം. അതങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഹിന്ദുക്കളായ ആൾക്കാരെ ജ്യോത്സ്യന്മാർ എന്നാണ് ഈ പെൺകുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശ്വാസം തേടി ജ്യോത്സ്യരത്ത് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ദുരിതമാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആ വഴിപാട് ചെയ്യാനും പറ്റുന്നില്ല. ആ പറഞ്ഞ കാരണം കൊണ്ട് മനസ്സിൽ വളരെയേറെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്നു എന്നർത്ഥം. അതേ അവസരത്തിൽ അവർ പറയുന്നത് വെച്ചാൽ, ഇത് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ട് ആ വഴിപാട് കഴിക്കാമെന്ന് വെച്ചാൽ തന്നെ ഇവരുടെ ദക്ഷിണയായിട്ട് കൊടുക്കേണ്ട പൈസ പോലും ഭീമമായിരിക്കും. അതിനാണല്ലോ ജ്യോത്സ്യർ പറയുന്നത്, ഇന്ന് ആൾക്കാരെ തന്നെ പോയിക്കോളൂ, അവിടെ പോയി കഴിഞ്ഞാൽ ആ പൂജ വളരെ ഭംഗിയാക്കി ചെയ്തു തരും, വേറെ ആരുടെ പോകരുത്. കാരണം എന്താ, അയാളുടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓഹരി കൂടി ജ്യോത്സ്യർക്ക് കിട്ടും. ഈ പറഞ്ഞയക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ഓഹരി കൂടി കിട്ടും, അതുകൊണ്ട് നിങ്ങൾ അവിടത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അപ്പം അത്തരത്തിൽ ഇവരെന്ത് ചെയ്യും? ഈ പൈസ ഈ ആശ്വാസം തേടി പോകുന്ന ആൾക്കാരുടെ തലയിൽ ഇടി വീണതുപോലെയാണ് ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ
ഇത് ശരിയാണോ? അതേസമയത്ത് മറ്റു മതസ്ഥരായ ആൾക്കാർ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് അവർ ഉദ്ദേശിച്ച് കാണുന്നത് അടുത്ത്. അപ്പോൾ മറ്റു മതസ്ഥരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഒന്നും പേടിക്കണ്ട, നമുക്കൊരു പ്രാർത്ഥന വെക്കാം, വീട്ടിൽ നമുക്ക് പ്രാർത്ഥന വെച്ചിട്ട് നമുക്കത് പരിഹരിക്കാം എന്ന് കരുതി അവർ പ്രാർത്ഥനയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരൂ, പള്ളിയിൽ പോയിട്ട് നമുക്കൊരു പ്രാർത്ഥന നടത്താം എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നു, പ്രാർത്ഥന നടത്തുന്നു, പ്രശ്നം തീർന്നു, ഇനി ഒരു മാസം തുടർച്ചയായി നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ വീടുകളിൽ ഇവരുടെ ആൾക്കാർ പോകും, പ്രാർത്ഥന നടത്തും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുവരും, പ്രാർത്ഥന നടത്തി അബദ്ധത്തിലെങ്ങാനും ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അതെൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ക്രമേണ ഈ ആൾ പോലും ആ മതത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ മോള് പറഞ്ഞ വളരെ കറക്റ്റാണ്. അവർക്ക് പ്രാർത്ഥന കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്, എന്നാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇത് കാരണം എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം ചോദിച്ച ആശ എന്ന് പറയുന്ന പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മാത്രമല്ല, വേറെ 2 ചോദ്യങ്ങളുണ്ട്, അത് പറയാം. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജ്യോത്സ്യന്മാരും ഇങ്ങനെയല്ല. നമ്മൾ പോകുന്ന നാട്ടിൽ ചിലപ്പോൾ ഏതെങ്കിലും 1-2 ജ്യോത്സ്യന്മാർ ഇത്തരത്തിൽ വൃത്തികെട്ടവന്മാരുണ്ടാവും. കാരണം ഒരാൾ ചത്ത് കിടക്കുന്നുണ്ടെങ്കിലും ആ ചത്ത് കിടക്കുന്ന ആൾക്കാരുടെ കഴുത്തിലോ കയ്യിലോ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്ന തരത്തിലുള്ള കഴുകന്മാരായ ചില ജ്യോത്സ്യന്മാരുണ്ട്. എന്നാൽ ശ്രേഷ്ഠന്മാരായ നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് പോകണം. പണത്തിനോട് ആർത്തിയില്ലാതെ സ്നേഹത്തോടു കൂടി ഉപദേശരൂപേണ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ജ്യോത്സ്യന്മാരുണ്ട്. ഇന്ന് ചില ആൾക്കാർ ജ്യോതിഷം പഠിക്കും, കൃത്യമായി പഠിക്കുന്നില്ല. അവർ ബിസിനസ്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, പണം ഉണ്ടാക്കേണ്ട കാര്യം മാത്രം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കരുത്. എന്നാൽ ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നതും ശരിയല്ല. എല്ലാ കാര്യങ്ങളും ജ്യോത്സ്യന്മാരുടെ കാര്യം കേട്ട്, ഇപ്പോൾ ക്ഷേത്രീയമായ ഒരു ആചാര വിഷയങ്ങളാണെന്നിരിക്കട്ടെ, കുടുംബത്തിലുള്ളൊരു ആചാര വിഷയമാണെന്നിരിക്കട്ടെ, ജ്യോത്സ്യന്മാർക്ക് അതിൽ പരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല. ക്ഷേത്രീയമായ കാര്യങ്ങളിൽ ക്ഷേത്രം തന്ത്രിക്കാണ് കൂടുതൽ വിജ്ഞാനം ഉണ്ടാവുക. ഈശ്വരീയമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളിലും ആചാര്യന്മാർക്ക് നല്ല ഒരു അറിവുണ്ടാവും. അപ്പോൾ ഓരോന്നും ചോദിക്കേണ്ടത് അവരോടെ ചോദിക്കാവൂ. നമ്മൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിൻ്റെ കാര്യവുമായി സംബന്ധിച്ചിട്ട് ഒരു വിഷയമുണ്ട്, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് പോലീസിൻ്റെ കാര്യങ്ങളാണ്. ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ചോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തമായ മറുപടി ഉണ്ടാവില്ല. അവരുടേതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ശരിയായ ജ്യോത്സ്യരെ തന്നെ പോകണം. നല്ലവരായ, പണത്തിനോട് ആർത്തിയില്ലാത്ത, ശ്രേഷ്ഠമായ ഉപദേശം തന്നിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നിരവധി ജ്യോത്സ്യന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ പോകേണ്ടത്. അപ്പം എല്ലാ ജ്യോത്സ്യന്മാരും അങ്ങനെയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വഴിപാടുകൾ നേരാൻ വേണ്ടി ഏതെങ്കിലും പൂജ അവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു പ്രശ്നങ്ങൾക്കും പൂജ ചെയ്താൽ പരിഹാരമാകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പകുതി കാര്യം മാത്രമേ ശരിയുള്ളൂ, പകുതി ശരിയല്ല. ഒരാൾക്കൊരു ഓപ്പറേഷൻ വേണം, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു മൃത്യുഞ്ജയ പൂജ ചെയ്യൂ, ഓപ്പറേഷനൊന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ അത് എടുക്കരുത്. മൃത്യുഞ്ജയ പൂജ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഒരു മൃത്യുഞ്ജയ പൂജ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് നിങ്ങൾ ദോഷം പരിഹരിക്കാനല്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മൃത്യുഞ്ജയ പൂജ ചെയ്തോളൂ. പകരം അതിനുശേഷം നിങ്ങൾ ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ നോക്കിക്കോളും എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് നല്ല ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുക. കാരണം അപ്പോൾ ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസം, കാരണം ഞാൻ മൃത്യുഞ്ജയ പൂജ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം, ആത്മവിശ്വാസം രോഗത്തിനെ പകുതി തടയും. രോഗത്തിനെ പകുതി തടയുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. അപ്പോൾ ഈ മൃത്യുഞ്ജയ പൂജയൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ദുരിതമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആചാര്യന്മാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ വിളിക്കുക. ഭഗവാൻ എന്നെ രക്ഷിക്കും, സംരക്ഷിക്കും, എൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും എന്നെ കരകയറ്റാനുള്ള ശക്തി എൻ്റെ ദേവനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ജ്യോത്സ്യർക്ക് പോകുന്നത്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവനിൽ, നിങ്ങളുടെ കുടുംബ ദേവതയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ജ്യോത്സ്യർക്ക് പോകേണ്ടി വരുന്നത്? നിങ്ങൾക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മറ്റു മതക്കാരുടെ പറയും പോലല്ല. ഹിന്ദു മതത്തിലൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നേരിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മറ്റു മതത്തിൽ അങ്ങനെയാണോ? ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ചില ക്രിസ്ത്യൻ വിഭാഗക്കാർ ചെയ്യുന്ന എന്താണ്? ഇടനിലക്കാരായിട്ടുള്ള പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കും. അൽഫോൻസാമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ ഗീവർഗീസ് പുണ്യാള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അതുമല്ലെങ്കിൽ തോമസ് ലേഹായെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മദർ തെരേസയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. അതെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ ഈശ്വരൻ പെട്ടെന്ന് കേൾക്കും എന്നുള്ളതാണ് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തറിയോ? അത് കുറ്റമല്ല, അത് അവരുടെ ആചാര രീതിയാണ്, അതിലൊരിക്കലും കുറ്റം, അത് അവർക്ക് അതിനനുസരിച്ച് ഗുണം കിട്ടുന്നുണ്ടാവാം. എന്നാൽ നമ്മൾക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടനിലക്കാരുടെ ഒന്നും ആവശ്യമില്ല. ശിവനോടാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിച്ചോളൂ. ഓം നമശിവായ ജപിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ഗുണം കിട്ടും, ഉറപ്പാ. അമ്മയോടാണെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് നിങ്ങൾ സ്വയം പ്രാർത്ഥിച്ചാൽ മതി. എത്ര പ്രാർത്ഥിക്കുന്നു അത്രയും ഗുണ. അതിന് ക്ഷേത്രത്തിൽ പോകണമെന്നും ഒരു നിർബന്ധമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. പക്ഷെ എന്ത് വേണം? വിശ്വാസം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടൊരു വിശ്വാസമുണ്ടോ? നിങ്ങളുടെ അച്ഛനോടൊരു വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ഭാര്യയോടൊരു വിശ്വാസമുണ്ടോ? ഒരു ഭർത്താവിനോട് വിശ്വാസമുണ്ടോ? കുട്ടികൾ വിദ്യാലയം വിട്ട് വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മ എനിക്ക് നല്ല പലഹാരം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകുമെന്നൊരു വിശ്വാസം കുട്ടിക്കുള്ളത് കൊണ്ട് കുട്ടി വന്ന ഉടൻ തന്നെ അത് കഴിക്കാൻ തയ്യാറാവും. കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നത് ഉറപ്പാ. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, എനിക്ക് പനി വന്നാൽ എൻ്റെ അമ്മ എന്നെ നോക്കിക്കൊള്ളുമെന്നൊരു വിശ്വാസം അവൻ ഉറപ്പാ. എന്നാൽ എന്തുകൊണ്ട് ഈശ്വരനോട് നമുക്ക് ആ വിശ്വാസം ഉണ്ടാകുന്നില്ല? എനിക്ക് ദുഃഖം വന്നാൽ, എനിക്ക് ദുരിതം വന്നാൽ, എനിക്ക് കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈശ്വരൻ എന്നെ സംരക്ഷിക്കും, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദേവന് കഴിയും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ജ്യോത്സ്യരടുത്തേക്ക് പോകുന്നത്. അവസാനം കുറ്റം ഈശ്വരന്, അവസാനം കുറ്റം നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ വിശ്വാസത്തിന്, ഹിന്ദു ധർമ്മത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, ഏത് രൂപത്തിൽ വേണമെങ്കിലും, ഏത് ഭാവത്തിൽ വേണമെങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഗുണം കിട്ടും. അതെല്ലാം എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയതാണ് നമ്മൾ നേരെ എവിടെ പോകുന്നത്? ജ്യോത്സ്യരത്തേക്ക് പോകുന്നത്. അപ്പോൾ ചില അപൂർവം ചില ജ്യോത്സ്യന്മാർ കഴുകന്മാരെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. വാ വരട്ടെ. അപ്പോഴവിടെ പോയി പറയുമ്പോൾ അവരേതാ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന പൂജ ചെയ്തോ, ആ സ്ഥലത്ത് ഈ പൂജ ചെയ്തോ, നിങ്ങൾക്ക് ഇന്ന ദോഷങ്ങളുണ്ട്. ദോഷമില്ലാത്ത ആൾ ആരായില്ല? എല്ലാവർക്കും ദോഷമുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ദോഷത്തിന് പരിഹാരം കാണേണ്ടത് ആരാ? ജ്യോത്സ്യരാണോ? അല്ല. പൂജാരിയാണോ? അല്ല. നമ്മുടെ ശരീരത്തിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ വേദന സഹിക്കുന്നത് നമ്മളാണ്, അതിന് മരുന്ന് വെക്കേണ്ടത് നമ്മളാണ്. ചെറിയൊരു മുറിവാണ്, ആ മരുന്ന് നമുക്ക് വെച്ചൂടെ? നമ്മൾ വലിയൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ബുദ്ധിമുട്ടും നമ്മുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ മുറുക്കെ പിടിച്ചോ നമ്മുടെ ഇഷ്ടദേവതയെ സംരക്ഷിച്ചോളും. വിശ്വാസത്തോടു കൂടി പിടിക്കണം. അവസാനം ദേവനെ കുറ്റം പറയില്ല വേണ്ടത്. എന്തായാലും എല്ലാവർക്കും ദുരിതം ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും. കഷ്ടപ്പാടില്ലാത്ത ഒരാളുമില്ല. ഞാൻ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്, അയ്യപ്പ സത്രം നടത്തുന്നുണ്ട്, രാമായണ സത്രം നടത്തുന്നുണ്ട്, നിത്യേന നാമം ജപിക്കാറുണ്ട്, കുടുംബസമേതം ഒന്നിച്ചിരുന്ന് നാമം ജപിക്കാറുണ്ട്. എനിക്കൊരുപാട് ദുരിതങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുൻജന്മ കർമ്മം അനുസരിച്ച് നമുക്ക് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കണം. ഒരുപാട് രോഗങ്ങൾ അലട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ടാകും. എന്തിനേറെ പറയുന്നു, എൻ്റെ ഭാര്യയെ മൂർഖൻ പാമ്പ് കടിച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. 6ഓളം ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 19 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരൊറ്റ രക്ഷയുണ്ട്, ഞാൻ ഒരു വഴിപാടും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ആ വിളിപ്പുറത്തെത്തുന്ന എൻ്റെ ദേവതയുണ്ട്. ആ ദേവതയെ ഞാൻ മുറുക്കെ പിടിച്ചു. എനിക്ക് ഉറപ്പാണ് എൻ്റെ ദേവത എന്നെ സംരക്ഷിക്കും, എന്നെ രക്ഷിക്കും. ഞാൻ ഒരു വഴിപാടും ഞാൻ നേർന്നിട്ടില്ല. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുള്ള ആധ്യാത്മിക കൂട്ടായ്മയിലുള്ള നിരവധി ആൾക്കാർ പല ഭാഗത്തായിട്ട് പല വഴിപാടുകൾ നേർന്നിരുന്നു. അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തുലാഭാരം നേർന്ന ആൾക്കാരെ നിരവധിയുണ്ട്. അതുപോലെ തന്നെ മണ്ണാറശാലയിലും പാമ്പുമേക്കാട്ടും അങ്ങനെ നിരവധി സ്ഥലങ്ങളിലും കർമ്മം ചെയ്ത ആൾക്കാരുണ്ട്. അത് നമ്മളോട് സ്നേഹം കൊണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം എന്താ പറയുക, എൻ്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കും എന്നുള്ളതാണ്. ആ പ്രാർത്ഥന നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ മുറുക്കെ വിളിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കും, ഉറപ്പാണ്. ഇത്
എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞു തരണമെന്നില്ല. പക്ഷെ നിരവധി ജ്യോത്സ്യന്മാരത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും എന്താണ്, ശ്രേഷ്ഠന്മാരായ ജ്യോത്സ്യന്മാരത്ത് പോകുന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ എന്ത് വേണം, നല്ലതുപോലെ നിങ്ങളുടെ കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുക, എന്തായാലും രക്ഷിക്കും. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, ഈശ്വരനെ വിളിച്ചിട്ടില്ല, ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ വിളിച്ചോളൂ. നമ്മളെല്ലാം ആ അമ്മയുടെ മക്കളാണ്, ആ ആദിപരാശക്തിയുടെ മക്കളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളാ, അവർ നമ്മളോട് എന്ത് വികൃതി കാണിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാപിതാക്കൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ, അവർ ഓടിയെത്തില്ലേ അവിടെ. അതുപോലെ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ പരാശക്തിയായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത നമ്മളെ സംരക്ഷിക്കും. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ സംശയമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ് ഹിന്ദു മതത്തിലും പറയുന്നത്. പ്രാർത്ഥനയോളം ശക്തി മറ്റൊന്നിനുമില്ല. പക്ഷെ എന്ത് വേണം, നമുക്കൊരു ഇഷ്ടദേവതയെ മുറുക്ക പിടിക്കണം, ഉറച്ച വിശ്വാസം വേണം. അങ്ങനെയാണെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ ഇഷ്ടദേവത. എനിക്ക് നിരവധി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഏകദേശം മറുപടി ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും വഴിപാട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ ഉണ്ട് ചില ആൾക്കാർക്ക് വഴിപാട്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വിവാഹം കഴിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾ അവിടെ ഒരു സ്വയംവര പൂജയുണ്ട്. ആ പൂജ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിവാഹം നടക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹം നടക്കാത്തത് ദുരിതവും കഷ്ടപ്പാടൊന്നും അല്ല കേട്ടോ. അത് പ്രധാനമായ കാര്യം വെച്ചാൽ ഒന്ന് നമ്മളെ അവർക്ക് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് പിടിക്കുന്നില്ല. ഇതാണ് പ്രധാനമായ കാര്യം. അപ്പോൾ ഇതിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പൂജയുടെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് ഒരു ദിവസം ഒരാൾക്ക് മാത്രം നടക്കുന്നൊരു പൂജയാണ്. അത് അത്ര വിശിഷ്ടമായിട്ടൊരു പൂജയാണ്. അത് നിങ്ങൾ നിർബന്ധമായി ചെയ്യണമെന്നില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്തോളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് യോഗം ഉണ്ടെങ്കിൽ എന്തായാലും കല്യാണം നടക്കും. അത് ചെയ്താൽ മാത്രമേ കല്യാണം നടക്കുന്നു എന്നുള്ളതൊന്നുമില്ല. അത് ചെയ്തില്ലെങ്കിലും യോഗം ഉണ്ടോ, കല്യാണം എന്തായാലും നടക്കും. അത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇത്തരത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് അവർ നമ്മളെ ഇങ്ങനെ മാനസികമായിട്ട് വലിയ ഭാരങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. മുറുക്ക നമ്മളെ ഇഷ്ടദേവനെ വിളിച്ചാൽ അതിന് നമുക്ക് എന്തായാലും ശാശ്വതമായൊരു പരിഹാരം കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ ആ മോള് തന്നെ ചോദിച്ച രണ്ടാമത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. 3 ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത്. ആർത്തവ സമയം മറ്റു മതസ്ഥർ പ്രാർത്ഥന നടത്തുമ്പോൾ ഹിന്ദുക്കളായ ആൾക്കാരോട് പറയും നിങ്ങളത് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്, ആർത്തവമുള്ളപ്പോൾ. എന്നാൽ മോളുടെ തെറ്റായൊരു ധാരണയാണ്. 100% ഇത് തെറ്റായ ധാരണ. ഇസ്ലാം മതത്തിൽ ആർത്തവമുള്ള സമയത്ത് അവർക്ക് ഖുർആൻ തൊടാനും പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ക്രിസ്തു മതത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ. എന്നാൽ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് ഹിന്ദു മതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കണം എന്നാണ് ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടൊരു കിളിപ്പാട്ടാണ്. എന്താണ് അതിൽ പറയുന്നത്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നീയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ. പറഞ്ഞത് കേട്ടില്ല? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസുഖം വന്ന് കടന്നുപോയി, അവിടെ കുളിച്ചിട്ടില്ല, ശുദ്ധിയില്ല, അശുദ്ധിയാണ്, അതുകൊണ്ട് നാമം ജപിക്കരുത് എന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ പറയുന്നു. ഋതുവായി കഴിഞ്ഞാൽ നാമം ജപിക്കരുതെന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ പറയുന്നു എന്ന് പറഞ്ഞു. അറിവില്ലാത്ത ആൾക്കാർ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കൂട്ടാക്കണമെന്നില്ല. വളരെ ശ്രേഷ്ഠമായിട്ട് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം എഴുതിയ എഴുത്തച്ഛൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആചാര്യനായിട്ടുള്ള എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തെന്ന്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും എല്ലാവർക്കും നാമം ജപിക്കാം. ഋതുവായിരിക്കുകയാണ്, ഒരു തെറ്റില്ല. നിങ്ങൾ കുളിച്ചിട്ടില്ല, വിഷയമില്ല. കാരണം ഇവിടെ പറഞ്ഞത് ഋതുവായ പെണ്ണിന് ജപിക്കാം. ഇരപ്പൻ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരൻ എന്നാണ് അർത്ഥം. ഇരന്ന് ജീവിക്കുന്ന ആൾ.
അപ്പോൾ അവരെന്നാ വൃത്തി ഉണ്ടാവില്ല, ശുദ്ധി ഉണ്ടാവില്ല, കുളിക്കാറില്ല, നനക്കാറില്ല, പല്ല് തേക്കാറില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട് ചില ആൾക്കാർ, ചില ഇന്നത്തെ ആൾക്കാരല്ല, ചില ഭിക്ഷക്കാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശരീരശുദ്ധിയല്ല പ്രധാനം, മനഃശുദ്ധിയാണ്. ദാഹകൻ എന്ന് പറയുന്നത് വെച്ചാൽ ശവം ചുടുന്ന ആൾക്കാരല്ലേ, ചണ്ടാളൻ. പണ്ട് കാലങ്ങളിൽ ചണ്ടാളന്മാരാണ് ശവം തൊടുക, ഇന്നത്തെ അല്ലേ. അപ്പോൾ പൊല പാലായ്മ ഉണ്ടെങ്കിൽ പോലും, അതാണ് ശവം ദഹിപ്പിക്കുന്ന ആൾക്കാർക്കാണല്ലോ പൊലയും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ശവവുമായി ഇടപഴകുന്ന ആൾക്കാർക്കായാൽ പോലും എന്ത് ചെയ്യാം, നമ്മൾക്ക് നാമം ജപിക്കാം, കീർത്തനങ്ങൾ ചൊല്ലാം, പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാം. മരിച്ചു കിടക്കുന്ന വ്യക്തിക്കരികിൽ ഇരുന്ന് കൊണ്ട് രാമായണം പാരായണം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഭാഗങ്ങൾ അവിടെ ഇരുന്ന് രാമായണം പാരായണം ചെയ്താൽ ആ ആത്മാവിന് പെട്ടെന്ന് മോക്ഷം ലഭിക്കുന്ന ഭാഗം രാമായണത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ നിർബന്ധമായിട്ടും പല ഹിന്ദു കുടുംബങ്ങളിൽ രാമായണം വായിക്കുന്നത്. അപ്പോൾ മരിച്ച ആ ശവത്തിൻ്റെ അരികിലിരുന്ന് നാമം ജപിക്കാമെങ്കിൽ, പാരായണം ചെയ്യാമെങ്കിൽ, അയ്യോ എനിക്ക് ഒരാൾ മരിച്ച വക പൊലയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് നാമം ജപിക്കാതിരിക്കുന്നത്? എന്തിനാണ് പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാതിരിക്കേണ്ടത്? ഒന്നുമില്ല. നമ്മളുടെ വീട്ടിൽ ഈ പറയുന്ന തരത്തിൽ പൊലയുണ്ടെങ്കിൽ നിലവിളക്ക് കൊളുത്താത്ത ആൾക്കാരുണ്ട്. മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത് നിലവിളക്കാ. അപ്പം മരിച്ച വ്യക്തി കാരണമാണ് നമ്മൾക്ക് പൊല വന്നിട്ടുള്ളത്. അപ്പം മരിച്ച വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ വിളക്ക് കൊളുത്താമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തിക്കൂടെ? ആ വീട് വരെ യാതൊരു ബന്ധമില്ലാത്ത സ്ഥലത്ത്. മരിച്ച വീട്ടിൽ പൊല കഴിയുന്നത് വരെ 10 ദിവസം അവിടെ നിലവിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട്, അണയാത്ത വിധത്തിൽ. പിന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ നിലവിളക്ക് കൊളുത്താം, നാമം ജപിക്കാം, പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം. ഇതൊന്നും തെറ്റല്ല. ഇത് ആരോ നമ്മളെ പറഞ്ഞ് പീഡിപ്പിച്ചു, ഋതുവായി കഴിഞ്ഞ് ഇതൊന്നും ചെയ്യരുത് എന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ ആരൊക്കെയോ മുമ്പ് ചെയ്തു. അതിൻ്റെ യുക്തി എന്താണെന്നറിയാതെ പുറകെ പോകുന്ന ആൾക്കാരും അതേപോലെ ചെയ്തു. നമ്മളെപ്പോഴും സനാതനധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യേണ്ട, നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതേ ചെയ്യാവൂ. മുത്തശ്ശന്മാർ ചെയ്തു, മുത്തശ്ശിമാർ ചെയ്തു, അതെന്തിനാണ് ചെയ്തത്, എങ്ങനെയാണ് അത് ചെയ്യാൻ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ശാസ്ത്രീയമായ വശം മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏതൊരാളും നാമം ജപിക്കുകയും കീർത്തനം ചെയ്യുകയും ഭഗവാനെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ ദുഃഖത്തിൻ്റെ സമയത്താണ്, കഷ്ടപ്പാടുള്ള സമയത്താണ്. ഋതുവായിരിക്കുന്ന സമയത്താവട്ടെ, പൊലയുള്ള സമയത്താവട്ടെ, വലായ്മയുള്ള സമയത്താവട്ടെ, ദുരിതമുള്ള സമയത്ത്, കുളിക്കാതെ അസുഖമായി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭഗവാനല്ലാതെ മറ്റാരേ ഉള്ളത്? നിങ്ങൾ ധൈര്യത്തിൽ വിളിക്കാം, ഒരു ടെൻഷനും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വേണ്ട. അജ്ഞാനികളായ ചിലർ നമ്മളോട് അങ്ങനെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. യുക്തിപൂർവ്വം നമ്മൾ ചെയ്യണം. 100% കുളിച്ചിട്ടില്ലെങ്കിലും മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വീട്ടിലിരുന്ന് കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നാമം ജീവിക്കാം. കുളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, ഭഗവാനെ വിളിക്കാം, ഒരു ദോഷമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യവും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഇവിടെ പറയുന്ന മൂന്നാമതൊരു ചോദ്യം, വീടിൻ്റെ കന്നിമൂലയിലുള്ള മുറിയിൽ ആർത്തവ സമയത്ത് കയറാൻ പാടില്ല എന്ന് പറയുന്നു. ഏതായാലും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇങ്ങനെ ഒരു ആചാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഇപ്പം ആണ് എൻ്റെ അറിവിലുള്ളത്. കന്നിമൂലയിലുള്ള മുറിയിൽ കയറാൻ പാടില്ല. എന്താ പ്രത്യേകത? വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ശുദ്ധിയോടുകൂടി വെക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ വീടിൻ്റെ കന്നിമൂല ഭാഗത്തായാലും അഗ്നിമൂല ഭാഗത്തായാലും വളരെയേറെ ശുദ്ധിയോട് വെക്കേണ്ട ഭാഗമാണ് അഗ്നിമൂല. അഗ്നിമൂലക്കാണ് നമ്മൾ അടുപ്പൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് കന്നിമൂലയിലാണ് ഗൃഹനാഥൻ കിടക്കേണ്ടത്, ഗൃഹനാഥനും നാഥയും. അപ്പോൾ ആ ഗൃഹനാഥ ഈ ആർത്തവമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കിടക്കണമെന്നാണോ പറയുന്നത്? എന്തുകൊണ്ട് പോകാൻ പാടില്ല? ഈ ചോദ്യം ആരെങ്കിലും നമ്മളോട് പറയുകയാണ് അവിടെ കയറാൻ പാടില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് കയറാൻ പാടില്ല? എന്താണ് ദോഷം? അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ വീട്ടിൽ ഇന്ന മുറിയിൽ കയറാൻ പാടില്ല പറയാൻ എന്താണ് കാരണം? പൊതുവെ നമ്മൾ പറയാറുണ്ട് കന്നിമൂലക്കൊരു പ്രത്യേകതയുണ്ട്. കന്നിമൂലക്കാണ് ഗണപതി ഭഗവാന്റെ സ്ഥാനം. ക്ഷേത്രത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ കന്നിമൂല ഗണപതി ഭഗവാനെ കാണാം. വീടിൻ്റെയും കന്നിമൂലക്കാണ് ഗണപതിക്ക് സ്ഥാനം. വീടിൻ്റെ വെളിയിൽ ആ കന്നിമൂല, അതാണ് അവിടെ നമ്മൾ ഗൃഹനാഥൻ കിടക്കുന്നത്, തടസ്സമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ മനുഷ്യന്മാർക്കാണ്, ദേവന്മാർക്ക് ഒരു അശുദ്ധിയുമില്ല ശുദ്ധിയുമില്ല.
നമ്മൾ ഉണ്ടാക്കുന്ന അശുദ്ധിയാണ്. ചില ആൾക്കാരുടെ വാക്കുകൾ തന്നെ വലിയൊരു അശുദ്ധിയാണ്. ഇത്തരത്തിൽ പറഞ്ഞു പരത്തുന്നത് ഏറ്റവും വലിയ അശുദ്ധിയാണെന്ന് അർത്ഥം. അപ്പോൾ ആ ഗണപതി ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഗണപതി ഭഗവാന് നിങ്ങൾ ഋതുവായി പോയി, നിങ്ങൾ കുളിച്ചിട്ടില്ല, ഇതൊന്നും ഭഗവാന് വിഷയമല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾക്കാ വിഷയം. നമുക്ക് കളങ്കമില്ലാത്ത ഭക്തി, ആ ഭക്തിയോടുകൂടി നിങ്ങൾ ഭഗവാനെ വിളിക്കാം, പ്രാർത്ഥിക്കാം. കന്നിമൂലയ്ക്ക് കിടന്നാൽ ഒരു ദോഷവുമില്ല. ആ മൂലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു ദോഷമില്ല. ഉണ്ടെങ്കിൽ ഇന്ന ദോഷമാണെന്ന് അവർ പറയണം. അതിന് ശാസ്ത്രീയമായിട്ട് ദോഷം പറഞ്ഞു തരും വേണം. വെറുതെ പറ്റുകയല്ല. നിങ്ങൾ ആ മുറി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തല പൊട്ടി തെറിച്ച് പോകുമെന്നല്ല പറയേണ്ടത്. അത് ഇന്ന കാരണം കൊണ്ട് അവിടെ ദോഷമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു ദോഷമില്ല. നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി, നമ്മുടെ ആനന്ദത്തിന് വേണ്ടി നമ്മൾ പണിത വീട്ടിൽ ഇന്ന മുറിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇപ്പോൾ ചില ആൾക്കാർ ഋതുവായ പെണ്ണ് പൂജാമുറിയിൽ കയറാൻ പാടില്ല പറയും. കാരണം എന്താ? അവിടെ ശുദ്ധിയോട് കൂടിയിട്ടുള്ള നിലവിളക്ക്, അതുപോലെ തന്നെ ശുദ്ധിയോട് കൂടിയുള്ള നമ്മളുടെ ഈശ്വരീയ സാന്നിധ്യവും മറ്റു കാര്യങ്ങളും വെക്കുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നു ചില ആൾക്കാർ. പൂജാമുറിയിൽ ക്ഷേത്രം പോലെ പവിത്രമാണ് അവിടെ എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല പറയാൻ കാരണം വെച്ചാൽ ഈ ഋതുവായ പെണ്ണ് സ്വതവേ എവിടെയും വീടിൻ്റെ വെളിയിൽ പോകാൻ പാടില്ല എന്ന പണ്ടേയുള്ള ആചാരം. കാരണം അവൾക്ക് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടുള്ള വിശ്രമം വേണ്ടതുകൊണ്ട് അവൾ എവിടെയും പോകാൻ പാടില്ല. അവളവിടെ റെസ്റ്റ് എടുക്കണം. അതുകൊണ്ടാണ് എവിടെയും പോകാൻ പാടില്ലാത്തത്. മാത്രവുമല്ല, ഇവർക്ക് ശരീരത്തിൽ അന്നേരം അത്യന്തമായിട്ടൊരു ചൂടുണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അവർ വെളിയിലേക്ക് തന്നെ പോകുമ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ പോലും അവൾക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഇവളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ആ ഊഷ്മാവ് അത് കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ആ ഊഷ്മാവ് ചില സസ്യങ്ങൾക്കും ചില ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുമെന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ചുറ്റും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ്, അങ്ങനെയുള്ള ചെടികളും മറ്റു കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനും ദോഷം വരാൻ പാടില്ല എന്നുള്ളതുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. പൂജാമുറിയിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, അവിടെ ഒരു വിളക്കേ ഉള്ളൂ. വിളക്ക് അശുദ്ധിയെ ഇല്ലാതാക്കുന്ന സംഭവമാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവനാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ പോലും സൂക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഫോട്ടോ മാത്രമല്ല, ആ ദേവനാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് പൂജാമുറിയിൽ കയറിപ്പോയത് കൊണ്ട് ഒരു ദോഷവും പറയാനില്ല. നമ്മൾ നാരായണ ഭക്തനാണ്, ശിവഭക്തനാണ്, ദേവീഭക്തനാണ്. ഇങ്ങനെയുള്ള ദേവന്മാരൊക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുമ്പോൾ ആ ഫോട്ടോക്ക് എന്ത് പ്രസക്തിയുള്ളത്? അശുദ്ധിയെ ഇല്ലാതാക്കുന്ന ആ ഈ നിലവിളക്ക് മരിച്ച സ്ഥലത്ത് പോലും അശുദ്ധിയെ ഇല്ലാതാക്കേണ്ട ഭാഗമായിട്ട് കത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ പോലും ഇല്ലാതാക്കാൻ കഴിവുള്ള ആ വിളക്കിൻ്റെ അരികിലേക്ക് നമ്മൾ പോയാൽ എന്താ ദോഷം? യുക്തിപൂർവ്വം മാത്രമേ ഞാൻ പറയൂ. ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊങ്കാലി ഇട്ടോളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ തെറിവിളിക്കോ കാര്യങ്ങൾ പറയും. പക്ഷേ പറയാനുള്ളത് തുറന്നു പറയും. അത് ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർ സ്വീകരിക്കുക, വേണ്ടാത്ത ആൾക്കാർ തള്ളിക്കളഞ്ഞോളൂ. അപ്പോൾ ഇത്തരത്തിൽ യുക്തിക്ക് നിരക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കന്നിമൂലക്കുള്ള മുറിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. 100% പോകാം. പക്ഷെ പരമാവധി നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ അവസരങ്ങളിൽ, ഋതുവായിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ പരമാവധി റെസ്റ്റ് എടുക്കുക, ജോലികളൊന്നും ചെയ്യാതെ. വീട്ടിൽ ഭർത്താവുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഈ അവസരത്തിൽ ആ സഹോദരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ അവർക്ക് അസഹ്യമായ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സഹായമായി വർത്തിക്കേണ്ടവരാണ് ഭർത്താവും മക്കളും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുത്ത് അവർക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളെന്ത് വേണം, നിങ്ങൾ അവർ സമയത്ത് ആ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പണ്ട് കൂട്ടുകുടുംബാകുന്ന അവസരത്തിൽ ആ ദിവസം ആ പെൺകുട്ടിക്ക് ആ നിശ്ചിത ദിവസം അവർക്കവിടെ റെസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ നിലവിളക്ക് കൊളുത്താൻ ആളുണ്ട്, അവിടെ വീട്ടിൽ ജോലി ചെയ്യാൻ ആളുണ്ട്, അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ആളുണ്ട്, മുറ്റമടിച്ചു വരാൻ ആളുണ്ട്, തുണി കഴുകാൻ ആളുണ്ട്. ഇതിനൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് ഒന്നും അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് അവർക്ക് പരിപൂർണ്ണ വിശ്രമം കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ അശുദ്ധിയായിട്ട് മാറ്റിയിരുത്തിയതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിന് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ അണുകുടുംബമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിന് കൂടുതൽ ഡൈവേഴ്സ് പോലും വരാൻ കാരണം എന്താണ്? കാരണം ആ പെൺകുട്ടി ചെയ്യുന്ന സമയത്ത് പെൺകുട്ടീൻ്റെ ആ ശരീരം ചൂട് പിടിച്ച് മാനസികമായിട്ട് തലവേദനയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ആ ഭർത്താവിൻ്റെ അമ്മ പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന വാക്ക് ആ ഭർത്താവിൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടില്ല.
ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, അതിൻ്റെ പേരിൽ വാക്തർക്കം ഉണ്ടാവും, അത് ചിലപ്പം ഡൈവേഴ്സിൽ വരെ എത്തിപ്പോകുന്നു. ഈ റെസ്റ്റ് കൊടുത്താൽ പ്രശ്നമെല്ലാം തീരും. ആ അവസരത്തിൽ അവർക്ക് പരിപൂർണ്ണ വിശ്രമം കൊടുക്കുന്നില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആ അണുകുടുംബത്തിൽ മറ്റാരുമില്ലെങ്കിൽ നമ്മൾക്ക് ആ കർമ്മം ചെയ്യുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഈ 3 ചോദ്യം ചോദിച്ചതിന് 3 ചോദ്യത്തിനുള്ള ഉത്തരവുമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന സമയത്തുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല ഏത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് വേണം, ഈ വീഡിയോയുടെ തൊട്ട് താഴെ നോക്കൂ, കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ കമൻറ്റിൽ നിങ്ങൾക്ക് എഴുതിയിടാം. ഇനിയല്ല നിങ്ങൾക്ക് വിശദമായിട്ടാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്, എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിൽ ഓഡിയോ ആയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് തരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്യാം. പരമാവധി ഓഡിയോ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. ഓഡിയോ ആയിട്ട് നിങ്ങൾ അയച്ചു തരിക എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്. നമുക്ക് അത് എല്ലാവരും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാൻ വീഡിയോ ആക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അറിയുന്നതാണെങ്കിൽ, എല്ലാം അറിയുന്ന ആളൊന്നുമല്ല, വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. ആ അറിവ് വെച്ചിട്ട് ഞാൻ പരമാവധി പറഞ്ഞു തരും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണം എന്ന് ആഗ്രഹമുണ്ട്, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുകയും വേണ്ടു. ആ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അവിടെയും കൂടെ തൊട്ട് കൊടുക്കുക, തീർന്നു. ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾക്കത് കാണാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.